ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ സിനിമ റിവ്യൂ ചാനൽ. ഇന്നത്തെ സിനിമയെ കുറിച്ച് നമ്മൾ പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുന്നേ സിനിമ തിയേറ്ററിൽ വന്നിട്ട് ഇപ്പൊ സോണി ലൈവിൽ അവൈലബിൾ ആയിട്ടുള്ള നടന്ന സംഭവം എന്ന സിനിമയെ കുറിച്ചാണ്. ഈ സിനിമ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഈ റിവ്യൂ നിങ്ങൾക്ക് സ്പോയിലേഴ്സ് ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം മാത്രമേ റിവ്യൂ കാണുക. എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ തുടങ്ങുന്നത് നമ്മൾ മെയിനായിട്ട് അഭിനയിക്കുന്ന ആളുകൾ ബിജു മേനോൻ, ശ്രുതി രാമചന്ദ്രൻ, അതുപോലെ സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയ ആളുകളാണ് മെയിനായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ സുധി കോപ്പ, ജോണി ആന്റണി തുടങ്ങിയവർ ലാലു ലക്സ് അഭിനയിക്കുന്നുണ്ട്. ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് സംവിധാനം ചെയ്ത വിഷ്ണു നാരായണനാണ്. ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഫാമിലിയിൽ, അതായത് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിന്റെ ഫാമിലിയിൽ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ, മകളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നു. അതിനുശേഷം നമ്മൾ പ്രധാനമായിട്ട് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ചുറ്റിപ്പറ്റി നടക്കുന്ന കഥകളാണ് പ്രധാനമായിട്ട് ഇത് പറയുന്നത്. അപ്പൊ ആ റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് പുതിയതായിട്ട് താമസത്തിന് വന്നിരിക്കുന്ന ബിജു മേനോൻ ആൻഡ് ഫാമിലി, ഭാര്യ, ഒരു കുഞ്ഞ്. അപ്പൊ ആ ഒരു ഏരിയയിൽ ചുറ്റിപ്പറ്റിയ കുറച്ച് കാര്യങ്ങളും, വെള്ളമടി, സുരാജ് വെഞ്ഞാറമൂടാണെങ്കിൽ കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് വെള്ളമടിക്കുന്നു. അപ്പൊ ഭാര്യ അത്ര സന്തോഷത്തിലല്ല, ഭാര്യ ഒരു കുഞ്ഞുമുണ്ട്, അവരത്ര സന്തോഷത്തിലല്ല. അപ്പോ ഈ ബിജു മേനോൻ, പുതിയതായിട്ട് താമസത്തിന് വന്ന ബിജു മേനോൻ ആണെങ്കിൽ എല്ലാവരോടും, പ്രത്യേകിച്ച് ലേഡീസിനോടൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച് നല്ല സോഷ്യലായിട്ട് ഇടപഴകുന്ന ഒരാൾ എന്ന് പറയാം. അതായത് പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അദ്ദേഹം കപ്പലിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ 6 മാസം ലീവ്, 6 മാസം ഡ്യൂട്ടി അങ്ങനെയാണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ച് ഇടപഴകുന്ന ഒരാള്. അപ്പൊ എല്ലാവർക്കും അവരുടെ ഭാര്യയുടെ പേരിൽ സംശയം ഉണ്ടാകുന്നു. കാരണം ഇയാൾ ഫോൺ ചെയ്യുന്നതൊക്കെയാണ്, പ്രത്യേകിച്ച് നമ്മൾ സുരാജ് വെഞ്ഞാറമൂടിന്റെ ആംഗിളിലാണ് കാണിക്കുന്നത്. ഇദ്ദേഹം ഫോൺ ചെയ്യുന്നത് ഇവരോടാണോ എന്നുള്ള സംശയത്തിലൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ ഒരു പ്രധാന സംഭവം നടക്കുകയാണ്. ആ സംഭവം നമ്മുടെ സുധി കോപ്പ എന്ന് പറഞ്ഞ ഒരാള്, അദ്ദേഹത്തിന് പ്രാധാന്യമുള്ള വേഷം ഒന്നും ഒരു സിനിമയിലും കിട്ടാറില്ല. എന്തെങ്കിലും ഒരു ഇത്തരത്തിലുള്ള ഒരു വേഷമായിരിക്കും കിട്ടുന്നത്. ഇതിലും അങ്ങനത്തെ ഒരു വേഷമാണ്. ഒരു മഞ്ഞപ്പത്രം നടത്തുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളിലൊക്കെ പോകുന്നു. അതായത് ഈ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പെടുത്തണം എന്നുള്ള രീതിയിലാണ് ഈ ബിജു മേനോൻ അഭിനയിക്കുന്ന കഥാപാത്രത്തെ എങ്ങനെയെങ്കിലും പെടുത്തണം എന്നുള്ള രീതിയിലാണ് മറ്റുള്ളവരൊക്കെ നടക്കുന്നത്. അങ്ങനെ തുടർന്ന് പോലീസ് ഒക്കെ ആയിട്ടുള്ള, അതിന്റെ ഇന്റർവെല്ലിന് ശേഷം പോലീസ് സ്റ്റേഷനൊക്കെ ആയിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ സിനിമ അത്ര ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് ഹാസ്യരംഗങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഇരുന്നതല്ലാണ്ട് വേറെ സിനിമ വളരെ ഒരു മോശം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ല, ഒരു കഥ അങ്ങനെ പറയാനൊന്നും ഇല്ല. കുറച്ച് ഹാസ്യ മൊമെന്റുകൾ മാത്രം സമ്മാനിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒന്നുമില്ലാത്ത ഒരു സിനിമ. IMDb റേറ്റിംഗ് 5.9 ഔട്ട് ഓഫ് 10 മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാമെന്ന് ഞാൻ പറയുന്നുള്ളൂ. കാര്യമായിട്ടൊന്നും പറയാനില്ല. ഞാൻ ഏകദേശം ഈ ഒരു റിവ്യൂവിൽ തന്നെ ഏകദേശം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഒന്നും നടക്കാനില്ല ഈ പടത്തില്. സോ നമുക്ക് അടുത്ത സിനിമയുടെ റിവ്യൂ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൊണ്ട് എനേബിൾ ചെയ്ത് വെക്കുക. ഓൾ ദി ബെസ്റ്റ്.